ബാക്കി പോലെ നമുക്ക് തന്നു. അതുപോലെ ബാക്ക്ഗ്രൗണ്ടും ബോളും മാത്രമല്ല കളി ഫീൽഡ് ഓരോ റണ്ണിൽ പിന്നെ അപ്പന് ഒരു ബിഗ് ഷോട്ടുള്ള ശ്രമമായിരുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കേരള കരിയർ ഗ്രൗണ്ടിലേക്ക് റാഷിഖ് എത്തുന്നു. ഒരു വേഗതയേറിയപ്പോൾ ഒരു ഡ്രൈവിനുള്ള ശ്രമമായിരുന്നു. ശരിയായ രീതിയിൽ കണക്ട് ചെയ്യാൻ ആയില്ല. വീണ്ടും സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്തൊരു സിംഗിൾ. എത്ര വേഗതയുള്ള ബോളാണ് കീപ്പറുടെ കൈകളിലേക്ക്. ഇപ്രാവശ്യം ശരിയായ രീതിയിൽ തന്നെ ഉണ്ണി ബോളിനെ പിക്ക് ചെയ്യുന്നു. സ്കോർ ബോർഡിലേക്ക് അനിവാര്യമായ ഒരു സിക്സർ എത്തുന്നു. ആദ്യ ബോൾ വീണ്ടും ഒരു മനോഹരമായ ഡെലിവറി. ഒരു ബിഗ് ഷോട്ടുള്ള ശ്രമമായിരുന്നു. couldn't connect well. ഒരു സ്ലോവർ ഡെലിവറി. പേസ്മാനെ പീച്ചിനാക്കിക്കൊണ്ട് സ്റ്റംപിനെ പീതെറിയുന്നു. അപകടകാരിയായ വീണ്ടും ഒരു സ്ലോവർ പോക്കോൾ ഡെലിവറി. ഒരു സിംഗിളിനപ്പുറം ബാറ്റ്സ്മാൻ ഒരു ട്രൈക്കും അവസരം നൽകാത്ത ബാറ്റ്സ്മാൻ മുതലെടുക്കുന്നു. ഒരു നോ ബോൾ സിഗ്നൽ. ഒരു സിക്സിന് ശേഷം ഫ്രീ ഹിറ്റ്. ഒരു സ്ലോവർ ബോൾ. അതിനെ ജഡ്ജ് ചെയ്യാൻ പറ്റാതെ ബാറ്റ് വെച്ചു കൊടുത്ത് ആയുധം വെച്ച് കീഴടങ്ങുന്നു റാഹി ബിലാൽ. ഷമീൽ തുടങ്ങുന്നു. ഈ പ്രാവശ്യം സിറാജ് വരുന്നു, അടിക്കുന്നു, സിക്സർ കണ്ടെത്തുന്നു. ഇപ്രാവശ്യം ഉണ്ണിയുടെ ബാറ്റിൽ നിന്ന് മനോഹരമായൊരു ഷോട്ടും വലിയൊരു സിക്സറും എത്തുന്നു. ഒരു സിംഗിളിലൂടെ ഉണ്ണി സ്ട്രൈക്ക് സ്കോർ കാർഡിലേക്ക് 35 റൺസ് ചേർത്തിരിക്കുന്നു. നാലാമത്തെ ഓവറുമായി സാബിത്ത്. സാബിത്തിന്റെ ആദ്യ ബോളിൽ തന്നെ ഒരു സിക്സർ. വീണ്ടും ഒരു സിക്സർ. തുടരെ 2 സിക്സറുമായി തുടങ്ങിയ സാബിത്ത് മികച്ച 2 ബോളുകൾ. വീണ്ടും മനോഹരമായ ഒരു ബ്ലോക്ക് ഡെലിവറി.
ഉയർത്തിയടിക്കാനുള്ള ശ്രമം. ബൗണ്ടറി കരികിൽ ഷതിലിന്റെ കൈകളിൽ വിശ്രമിക്കുമ്പോൾ അതുപോലെ തന്നെ ഉയർത്തിയടിക്കാനുള്ള ഉണ്ണിയുടെ ശ്രമം. പക്ഷേ ഒരൽപ്പം ബാറ്റിനോട് ചാരി വീണ ബോളിനെ കറക്റ്റ് ആയിട്ട് പിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. അത് ഷതിലിന്റെ കൈകളിൽ അവസാനിക്കുമ്പോൾ വീണ്ടും ഒരു ബ്യൂട്ടിഫുൾ ഡെലിവറി. ബ്രില്യൻ സ്ട്രൈക്കിൽ നാസിൽ ഷാ. വീണ്ടും ഒരു സ്ലോവർ ബ്ലോക്കോൾ ഡെലിവറി. ഒരു അവസരവും നൽകാത്ത ഡെലിവറിയിൽ ഒരു 2 റൺസ് ഓടിയെടുക്കും. അവസാനം മുന്നോട്ട് പോകാൻ മനു അനുവദിച്ചിട്ടുള്ളത്. അവസാനത്തെ ബോളിൽ എന്താണോ ബാറ്റിംഗ് ടീമിന് വേണ്ടത് അത് തന്റെ ബാറ്റിൽ നിന്ന് നാസിൽ ഷാ നേടുന്നു. മനോഹരമായ ഒരു ഷോട്ടിലൂടെ മനോഹരമായ ഒരു ബോളുമായി മിഥുൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ആദ്യ ബോളിൽ തന്നെ തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഒരു സിക്സറുമായി റാഷിഖ് തുടങ്ങുന്നു. ഉയർത്തിയടിക്കാനുള്ള ശ്രമം. പക്ഷേ ബോൾ വായുവിൽ. അത് അവസാനം ഉണ്ണിയുടെ കയ്യിൽ വിശ്രമിക്കുമ്പോൾ ഒരു വിക്കറ്റ് നഷ്ടപ്പെടുന്നു. ഒരു ഫുൾ ടോസ്. അതൊരു സിംഗിൾ ആക്കി കൺവേർട്ട് ചെയ്യുന്നു. ഒരു നല്ല ഡെലിവറിയുടെ വളരെ വിദഗ്ധമായ രീതിയിൽ ഗ്രൗണ്ടിലെ ക്യാപ്പ് മനസ്സിലാക്കിക്കൊണ്ട് മനോഹരമായ ഒരു ബ്ലോക്ക് ഹോൾ ഡെലിവറി. ഒരു സിംഗിളിനപ്പുറം ബാറ്റ്സ്മാനൊന്നും നേടാൻ പറ്റാത്ത ബോൾ. വീണ്ടും ഒരു what a delivery from Vaishak. ഒരു ഉയർത്തിയടിക്കാനുള്ള ശ്രമം. പക്ഷേ അത് ഫീൽഡറുകൾ കൈകളിൽ അവസാനിക്കുമ്പോൾ മനാഫിന്റെ ഇന്നിംഗ് ഓഫ്സൈഡിലെ മനോഹരമായ ഒരു ഷോട്ട്. ഫീൽഡർ വീണ്ടും ഒരു സിക്സർ. ബൗണ്ടറികളും സിക്സറുകളും യഥേഷ്ടം റാഷിഖ് കണ്ടെത്തുമ്പോൾ ഒരു ചെറിയ എഡ്ജ്. ഒരു സിക്സ്. ഒരു ഫുൾ ടോസിനെ പിക്ക് ചെയ്യാനുള്ള ശ്രമം. പക്ഷേ അത് ബൗണ്ടറിയിൽ അവസാനിക്കുമ്പോൾ
ഡേഞ്ചറസ് ബാറ്റ്സ്മാൻ റാഷിക്ക് മടങ്ങുന്നു. തന്റെ ടീമിന് വേണ്ട വീണ്ടും ഒരു എക്സ്ട്രാ. തുടരെ ഇപ്രാവശ്യം വൈഡിൽ നിന്ന് മാറി അത് വിക്കറ്റിലേക്ക് തന്നെ വന്നു. ഒരു വിക്കറ്റ് കൂടെ 3 എക്സ്ട്രാ കൊടുത്താൽ ഒരു വലിയ ഷോട്ടിനുള്ള ശ്രമം, പക്ഷേ കണക്ട് ചെയ്യാനാകുന്നില്ല. വീണ്ടും ഒരു നല്ല ബോൾ. ബൗണ്ടറി കരികിൽ ഉനൈസിന്റെ ഒരു ഫീൽഡിംഗ്. ഒരു വളരെ നല്ല രീതിയിൽ തന്റെ ഓവർ എറിഞ്ഞ് അവസാനിക്കുന്നു റാഷിദ്. ഇരുപത്തിയേഴ് റൺസ് എന്ന രീതിയിലുള്ള അവസാന 5 ബോളുകളിൽ നിന്ന് 26 റൺസ്. ഇഫാവും മനുവിന്റെ ഭാഗത്തു നിന്ന് അതിമനോഹരമായ ഒരു എക്സ്ട്രാ കൂടി വരുമ്പോൾ 4 ബോളുകളിൽ നിന്ന് 20. വീണ്ടും ഒരു ബിഗ് ഷോട്ട് കണ്ടെത്തിക്കൊണ്ട് മനു ഗ്രീസിൽ നിൽക്കുമ്പോൾ വീണ്ടും ഒരു ബിഗ് ഷോട്ടിനുള്ള ശ്രമം, പക്ഷേ ഫീൽഡറിലെ മിസ്സിലൂടെ ഒരു 4 കൂടി വരുമ്പോൾ എന്ന കാഴ്ച. വീണ്ടും ഒരു 6. അദ്ദേഹം ആ സെന്ററിൽ നിന്ന് അതിവിദഗ്ധമായ മത്സരം തന്റെ ടീമിന്. പക്ഷേ ഈ പ്രാവശ്യം ബാറ്റിൽ കൊള്ളിക്കാൻ കഴിയാതിരുന്ന ഒരൊറ്റ റൺ കൊടുത്ത് ഒരു റൺ ഔട്ട് വിക്കറ്റ് കൂടി നേടി മത്സരം